കഴിയുന്നതല്ല. ഈ വിഷയത്തിലുള്ള വ്യാപകമായ ജനങ്ങളുടേതായ പ്രതിഷേധത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും പങ്കുചേരുകയാണ്. കേരളത്തിൽ ബിജെപി കാലങ്ങളായി ക്രിസ്ത്യൻ സംഘടനകളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങളും ക്യാമ്പയിനുകളുമാണ് നടത്തുന്നത്. പക്ഷേ രാജ്യത്ത് ഇതിന് വിഭിന്നമായ സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊരു സമീപനം ആത്മാർത്ഥമല്ലെന്നല്ലേ ചൂണ്ടിക്കാണിക്കുന്നത്? അത് വളരെ വ്യക്തമല്ലേ? ുമായിട്ട് അരമനകളിലെ കയറിയിറങ്ങുന്ന ആളുകളുടെ മനസ്സിൽ വർഗീയതയാണുള്ളത്, മതവിദ്വേഷമാണുള്ളത്. പൗരസ്വാതന്ത്ര്യത്തിൻ്റെയും വിശ്വാസ അവകാശങ്ങളുടെയും ലംഘനമാണ് ആവർത്തിച്ച് ഇന്ത്യ രാജ്യത്തുണ്ടാകുന്നത്. ഗുജറാത്തും മണിപ്പൂരും മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തും പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുണ്ടാകുന്നു. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾ ഈ കാര്യത്തിൽ മൗനം പാലിക്കുന്നു. അവരെ മൗനം ഉപേക്ഷിക്കണം, അവർ വാതുറക്കണം, നിലപാടുകൾ വ്യക്തമാക്കണം. ഇതിൽ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യണം. ഇതിലെ വാദിയെ പ്രതിയാക്കുന്ന സമീപനം ഗവൺമെന്റ് ഉപേക്ഷിക്കണം. ആവർത്തിച്ച് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. RSSന്റെ പരിവാർ സംഘടനകളുടെ സെമിനാറിൽ കേരളത്തിലെ VC-മാർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന സാഹചര്യം ഇതെങ്ങനെയാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്? അത് വളരെയേറെ പ്രതിഷേധാർഹമാണ്. അതിനോടൊരു കാരണവശാലും കോൺഗ്രസിന് യോജിക്കാൻ കഴിയില്ല. പ്രസിഡന്റ്, ഇപ്പോൾ ശശി തരൂരിന്റെ നിലപാടുകൾക്ക് ഭയപ്പെടുന്ന ഒരു നിലപാടാണ് KPCC സ്വീകരിക്കുന്നത്. പാലോടി രവിയെ തഴയുന്ന ഒരു നിലപാട് സ്വീകരിച്ചു. വലിയ വിമർശനമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൽ നിന്ന്. കോൺഗ്രസിലെ എടുത്തിട്ടുള്ള നിലപാടുകൾക്ക് യാതൊരു വിമർശനവും പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും പൊതുവായിട്ടുള്ള സ്വീകാര്യതയുള്ള നിലപാടുകൾ തന്നെയാണ്.